ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം നമുക്കൊരു 4 മുട്ട ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. ഒട്ടും മെൽറ്റ് ആവാത്ത, എത്ര ചൂടിലും മെൽറ്റ് ആവാതെ നിൽക്കുന്ന ഒരു കിഡിലൻ ക്രീമാണ് ഇത്. നമ്മൾ മുട്ട വെച്ചിട്ട് ചെയ്തെടുക്കുന്നു എന്ന് കരുതിയിട്ട് മുട്ടയുടെ സ്മെല്ലോ ഒന്നും വരില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബീറ്റർ ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ക്രീം വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് എമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ 4 മീഡിയം സൈസിലുള്ള മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ എടുക്കുന്ന ബൗൾ ഒട്ടും നനവില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് മുട്ടൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇതിലേക്ക് ഈ ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ ഞാൻ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ മുട്ടയുടെ സ്മെല്ല് നമ്മുടെ ക്രീമിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇത് പെട്ടെന്ന് തന്നെ പതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. അത് ഈ ഒരു ടീസ്പൂണിൻ്റെ അളവിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ ഒരു വലിപ്പത്തിലുള്ള നാരങ്ങനീര് എടുത്താൽ മതി. വിനീഗർ ഒന്നും ചേർക്കരുത്, നാരങ്ങനീര് തന്നെ ചേർക്കണം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നല്ല തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മുട്ട ഒന്ന് ചെറുതായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ആ അടിവശം, നമ്മൾ മുട്ടയുടെ വെള്ളം വെച്ചിട്ടുള്ള പാത്രത്തിൻ്റെ അടിവശം ആ വെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് എന്നിട്ട് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കണം. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ നിങ്ങൾക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ഈ മുട്ടയുടെ വെള്ളയിൽ കിടന്നിട്ട് ഒന്ന് മെൽറ്റായിട്ട് വരണം. അതുവരെ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ഇതിലേക്ക് ആ വെള്ളം തെറിച്ച് പോകാനൊന്നും പാടില്ല. വെള്ളം ഒരു തരി വെള്ളം ആയതല്ല നമുക്ക് ഇത് ബീറ്റായിട്ട് കിട്ടില്ല, ഒട്ടും ബീറ്റായിട്ട് കിട്ടില്ല. പിന്നെ നമ്മൾ 1 മണിക്കൂർ എടുത്ത് ബീറ്റ് ചെയ്താലും നമുക്ക് അത് വിപ്പായിട്ട് കിട്ടില്ല. ഇനി നമുക്ക് ഇതിലെ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലെ പഞ്ചസാരയൊക്കെ ഏകദേശം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഒരു വിരൽ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കുക, ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ചെറുതായിട്ട് ആ മുട്ടൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ നമുക്ക് ഈ അടിയിലെ ചൂടുവെള്ളം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ ഇത്രയും മതി, ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബൗള് ഇതിൻ്റെ മുകളിൽ നിന്ന് മാറ്റുകയാണ്. ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്താൽ മതി. അതാകുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ക്രീം റെഡി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ചെയ്തെടുക്കുമ്പം മിനിമം ഒരു 25 മിനിറ്റ് എടുക്കുന്നുണ്ട് ഇതൊന്ന് വിപ്പായി കിട്ടാനായിട്ട്. അപ്പോൾ ഇതാ ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ഒരു പരിഭാഗം ചെറുതായിട്ട് ഇങ്ങനെ പതയങ്ങ് സൈഡിലൂടെ ഒക്കെ അങ്ങ് വരാൻ തുടങ്ങും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കൈയൊക്കെ കടയുന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പം വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പം അത് മെൽറ്റായി പോകുന്നൊക്കെ നമുക്ക് പേടിയുണ്ടാവും. നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കണം. പക്ഷേ ഇത് നമ്മൾക്ക് നമ്മുടെ കൈയൊക്കെ വേദനിച്ചാൽ നമുക്ക് അത് പുറമെ തന്നെ അങ്ങ് വെച്ചാൽ മതി. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാകും. അപ്പോഴേക്കും ഇതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വിപ്പായിട്ട് കിട്ടും. അപ്പോൾ ചെറുതായിട്ട് ക്രീമി പരുവത്തിലായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളതാട്ടോ. ഇപ്പം നിങ്ങൾ വലിയ വിസ്കൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും വേഗത്തിലായി കിട്ടും. മാത്രമല്ല, നിങ്ങൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫോഴ്സ് അനുസരിച്ചിട്ടിരിക്കും ഇത് പെട്ടെന്ന് ക്രീമി ആയിട്ട് വരുന്നത്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മളിത് ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് ക്രീം പരുവത്തിലാകുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ പിന്നീടുള്ള സ്റ്റെപ്പ് കുറച്ച് എളുപ്പമാണ്. കുറച്ചും കൂടെ വേഗത്തിൽ നമുക്ക് ഒന്ന് വിപ്പായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 15 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് സ്പീഡിൽ ഇത്തിരി ഒന്ന് കഷ്ടപ്പെടണം. എന്നാലാണ് ഈ ഒരു ലെവലിൽ അങ്ങ് ആകുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വിപ്പായി കിട്ടുമൊന്നുമില്ല കേട്ടോ. അത് ഇതിൻ്റെ ഒരു റിയാലിറ്റിയാണ്. ഒരു 25 മിനിറ്റ് എങ്കിലും എടുക്കും ഇത് വിപ്പ് ചെയ്ത് എടുക്കാനായിട്ട്. പിന്നെ ഈ വീഡിയോ ഇലക്ട്രിക് ബീറ്റർ ഉള്ളവർ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇലക്ട്രിക് ബീറ്റർ തന്നെ യൂസ് ചെയ്താൽ മതി. അതാകുമ്പോൾ ഹൈ സ്പീഡിൽ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് വിപ്പായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. ബൗളിൽ നനവില്ലാതെ ശ്രദ്ധിക്കുക. ചെറുനാരങ്ങയുടെ നീര് ചേർക്കുക.
അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് വിപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ് പല സ്ഥലങ്ങളിലും. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ക്രീം ഇല്ലാത്ത അവസ്ഥ, സൂപ്പർ മാർക്കറ്റിലൊന്നും ക്രീം കിട്ടാത്ത അവസ്ഥയൊക്കെ ഉള്ളവർക്ക് ഈ റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതാ ഒരു 20 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ക്രീം റെഡി ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പരിവാകുമ്പോഴേക്കും പിന്നീട് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഇത്തിരി ടൈറ്റ് ആയിട്ട് നമുക്ക് തോന്നും. കണ്ടില്ലേ, ഈ ഒരു പരിവായിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. നമ്മൾ ഇനി ഒരു 2-3 മിനിറ്റ് കൂടി ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അതായത് നമ്മുടെ വീട്ടിലുള്ള സാധാ ചേരുവകൾ മാത്രം. പിന്നെ നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് ബീറ്റർ ഇല്ലാത്തവർ ചെയ്തെടുക്കുമ്പം ഇത്തിരി ബുദ്ധിമുട്ട്, നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് ചെയ്യണം എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക്